നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ വീണ്ടും സംശയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിൽ MSC കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാർ നിയമലംഘനമാണെന്നും സംശയങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കുകയാണെങ്കിൽ സർക്കാരിനെ മുൻകൂറായി അറിയിക്കണമെന്നതാണ് ചട്ടം. ഇത് ലംഘിച്ച് കരാറിൽ ഏർപ്പെടാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യമുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. നാടിന്റെ പൊതുസമ്പത്ത് കുത്തകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങൾ UDF സർക്കാർ തുടക്കം മുതലേ നടത്തുന്നുണ്ട്. അദാനി വിഴിഞ്ഞം പോർട്ടിൽ വിദേശ കുത്തക കമ്പനിയായ MSC നിക്ഷേപം നടത്തുന്നത് വലിയ വിദേശ നിക്ഷേപമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. മുൻകൂർ അനുമതി ലഭ്യമാകാതെ നടത്തിയ ഓഹരി കൈമാറ്റം കരാർ ലംഘനമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം. അദാനി ഗ്രൂപ്പിന്റെ നീക്കം സർക്കാരിന്റെ അറിവോടെയാണോ എന്ന് പറയണമെന്നും പിണറായി പറഞ്ഞു. അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത അപേക്ഷയിൽ ഓഹരി ഇടപാട് നടന്നു കഴിഞ്ഞുവെന്ന് പറയുന്നു. ജൂൺ 29 തന്നെ ഒപ്പിട്ടു. കേരള താൽപര്യത്തിന് വിരുദ്ധമായ കാര്യമാണിത്. വിഴിഞ്ഞം തുറമുഖം പുതിയ ഉടമയ്ക്ക് വിൽക്കുന്നതിന്റെ ആദ്യപടിയായി ഇതിനെ കാണാവുന്നതാണ്. ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞം തുറമുഖം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കുത്തകയായി മാറും. അങ്ങനെ വരുമ്പോൾ മറ്റു കമ്പനികളുടെ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകും. നമുക്ക് ലഭിക്കേണ്ട വരുമാനത്തിലും മാറ്റമുണ്ടാകും. അദാനി ഗ്രൂപ്പിന്റെ താൽപര്യത്തിന് വഴങ്ങി കൊടുക്കുന്ന നിലപാടുണ്ടാകാൻ പാടില്ല. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ വേണ്ട കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? ഒട്ടേറെ സംശയങ്ങൾ ബാക്കിയാണ്. എവിടെയോ എന്തോ അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടിയെയും പിണറായി വിമർശിച്ചു. കേരളത്തിന്റെ താൽപര്യത്തിന് അനുകൂലമായി സർക്കാർ എടുക്കുന്ന എല്ലാ നിലപാടുകളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വന്നാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുക എന്നതിനല്ല മുൻതൂക്കം നൽകുക. ആദ്യഘട്ടത്തിലെ UDF സർക്കാരിന്റെ പ്രവർത്തനം വീക്ഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം കടുത്തതാണ്. നമ്മുടെ നാടിന്റെ താൽപര്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളാണ് നയം എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭഗതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത്. എല്ലാ ചട്ടങ്ങളും പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബില്ല് സഭയിൽ പാസ്സാക്കിയതെന്നും പിണറായി കുറ്റപ്പെടുത്തി. കാര്യോപദേശക സമിതിയിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുത്തു. ബജറ്റ് അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിന്റെ 2ാം പാദത്തിലാണ് മദ്യ കമ്പനികൾക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബില്ല് അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭയിൽ നിരന്തരം സർക്കാർ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അത് പ്രകടമായി. ഒരു തരത്തിലുള്ള ഒളിച്ചുകടത്തിലാണ് നടന്നത്. ചില മദ്യ കമ്പനികളെ സഹായിക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ഗൂഢലക്ഷ്യമെന്നും പിണറായി പറഞ്ഞു. ഇത്തരം ഒരു ബില്ല് പാസ്സാക്കാൻ അനാവശ്യമായി ധൃതിയും വാശിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വലിയ കടുംപിടുത്തവും കാണിച്ചു. സമൂഹത്തിൽ മദ്യവ്യാപനം ഉണ്ടാക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗമാണിത്. UDFൽ ചർച്ച ചെയ്തതിനു ശേഷമേ ഇത് നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം പ്രഹസനമാകുന്ന നിലയാണ് ഉണ്ടായത്. പരസ്യമായി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും പിണറായി പറഞ്ഞു. ബെവ്കോയോ സർക്കാരോ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉരുണ്ടു കളിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് നികുതി ഇളവ് നൽകിയതെന്നും പിണറായി ചോദിച്ചു. ബക്കാടിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. നികുതി ഇളവ് നൽകുന്നതിലൂടെ നഷ്ടമല്ലാതെ എന്താണ് ലാഭം? സമൂഹത്തിനും സർക്കാരിനും നഷ്ടമാണ്. മദ്യത്തിന് ഒരു നികുതി ഇളവും LDF സർക്കാർ നൽകിയിട്ടില്ല. പഴം, ധാന്യം ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈന് നികുതി ഇളവ് നൽകുന്ന കാര്യം LDF ആലോചിച്ചിരുന്നുവെന്നും പിണറായി പറഞ്ഞു. പ്രതിപക്ഷം ഈ വിഷയത്തെ പെരുപ്പിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷത്തോടൊപ്പം വേറെ ചിലരും കൂടി കൂടിയിട്ടുണ്ടെന്നും പരിഹാസപൂർവ്വം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആരാണ് ഈ വേറെ ചിലർ? പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അംഗീകരിച്ചവരിൽ ഒരാൾ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ, മറ്റൊരാൾ മുൻ MP TN പ്രതാപനുമാണ്. KC വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. UDFലെ ചില ഘടകകക്ഷി നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഈ പ്രശ്നത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. നിരുത്തരവാദപരവും ഏകപക്ഷീയവും സമൂഹത്തിന് ദോഷകരവുമായ തീരുമാനമാണ് മദ്യനികുതി ഇളവെന്നും പിണറായി പറഞ്ഞു.